അനന്തരസ്വത്തിൽ പെണ്ണിന് ആണിൻ്റെ പകുതി എന്ന ഇസ്ലാമിക സമീപനം സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ? പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുറത്തുപോയി കുടുംബ ചെലവൊക്കെ നടത്തുന്ന ഇക്കാലത്ത് ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ബഹുമാന്യനായ CP അബ്ദുൽ സമദ് മറുപടി പറയും. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും പുരുഷൻ്റെ പകുതിയല്ല ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിൽ വിധിയായിട്ടുള്ളത്. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഞാൻ വസിയത്ത് ചെയ്യുമെന്നാണ് പടച്ചോൻ പറയുന്നത്. അഥവാ മാതാപിതാക്കളുടെ സമ്പത്ത്, പിതാവിൻ്റെ സമ്പത്ത് മക്കൾക്ക് വീതിക്കുമ്പോൾ ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ഒരു പുരുഷനുള്ളത് സ്ത്രീക്കുള്ളതിന് ഇരട്ടിയാണ്. അതേ ആയത്ത് ഇങ്ങനെ തുടർന്ന് പറയുന്ന സമയത്ത് ഇതങ്ങനെയല്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത ആയത്തിൽ ഒരേപോലെ അത് ദക്കറാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരേപോലെ കൊടുക്കേണ്ട സാഹചര്യത്തെ പറ്റി തൊട്ടപ്പുറത്തെ ആയത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് പല സാഹചര്യങ്ങളിൽ പലതായി കൊടുക്കാൻ ഇസ്ലാം കൽപ്പിച്ചൊരു കാര്യമാണ്. സ്ത്രീക്കും പുരുഷനുള്ള സമ്പത്ത് പല രീതിയിൽ വിഭജിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. അതിൽ പല മേഖലകളിലും സ്ത്രീക്ക് ലഭിക്കുന്നതിനേക്കാൾ പുരുഷൻ ലഭിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ലഭിക്കുന്നുണ്ട്. വളരെ കുറച്ച് സാഹചര്യങ്ങളിൽ, വളരെ ചെറിയ സാഹചര്യങ്ങളിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ കിട്ടുന്ന സാഹചര്യങ്ങൾ പോലും വരുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? സ്ത്രീ പുരുഷൻ എന്നുള്ള മാനദണ്ഡമാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. സ്ത്രീ പുരുഷൻ എന്നുള്ള മാനദണ്ഡം അല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ആയത്തിനെ തന്നെ തുടർച്ചയിൽ കാണാൻ പറ്റും. അതേ ആയത്തിനെ പറയുന്നത് കാണാൻ പറ്റും. ഒരു മകൻ മരണപ്പെടുന്ന വേളയിൽ ആ മകൻ്റെ ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ മകന് സഹോദരങ്ങളോ മക്കളോ ഉണ്ടെങ്കിൽ ഉമ്മാക്കുപ്പാക്ക് ഒരേ സമ്പത്താണ് കിട്ടുക, 1/6 കിട്ടുക. ഇതേ ഉമ്മയുപ്പിയാണ്. ഇതേ ഉമ്മാക്കുപ്പാക്കും ഈ മരണപ്പെടുന്ന മകന് സഹോദരങ്ങളുമില്ല മക്കളുമില്ലെങ്കിൽ ഉമ്മാക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ഉപ്പാക്ക് കിട്ടും. ഉപ്പാക്ക് 3/2 കിട്ടും, ഉമ്മാക്ക് 3/1 കിട്ടും. ഉമ്മയുപ്പി മാറുന്നില്ല. ഒരു സ്ത്രീയാണ്, പുരുഷനാണ്, ബന്ധം ഉമ്മയാണ് ഉപ്പയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഒരു സാഹചര്യത്തിൽ ഉമ്മാക്കുപ്പാക്ക് ഒരേപോലെ കിട്ടിയത്? എന്തുകൊണ്ടാണ് മറ്റേ സാഹചര്യത്തിൽ ഉമ്മാക്കുപ്പാന്റെ പകുതി കിട്ടിയത്? അപ്പൊ ഇസ്ലാം സ്വത്ത് വീതിക്കുന്നത് ഉമ്മയാണോ ഉപ്പയാണോ നോക്കിയിട്ടല്ല. ഇസ്ലാം സ്വത്ത് വീതിക്കുന്നത് പുരുഷനാണോ സ്ത്രീയാണോ നോക്കിയിട്ടല്ല. ഇസ്ലാം സ്വത്ത് വീതിക്കുന്നത് എവിടെയുമുള്ള ന്യായത്തെ പോലെ, എവിടെയുമുള്ള നീതിയെ പോലെ ആ സ്വത്ത് കൊണ്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് കൂടുതൽ എന്ന് നോക്കിയിട്ടാണ്. അവിടെ ഇസ്ലാം സാമ്പത്തികമായി ചെലവഴിക്കേണ്ട ബാധ്യത പുരുഷനാണ് സാധാരണ ഇതിൽ കൊടുക്കുക. പുരുഷനെ പറ്റി പറയുന്നതാണ് ഖുർആൻ. അവന്റെ സമ്പത്ത് നിന്ന് ചെലവഴിക്കുന്നുണ്ട്. സമ്പത്ത് നിന്ന് ചെലവഴിക്കാനുള്ള ബാധ്യത ഇസ്ലാം പുരുഷനാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പുരുഷന് അനന്തരാവകാശം കിട്ടുന്ന സമ്പത്തിൽ ചെലവഴിക്കാനുള്ള ബാധ്യതയുണ്ടെങ്കിൽ സമ്പത്ത് കൂടുതലല്ല ചെലവഴിക്കാനുള്ള ബാധ്യത പുരുഷനേ ഉള്ളൂ. ഇപ്പോ സ്ത്രീക്ക് പകുതിയും പുരുഷന് ഇരട്ടിയും കിട്ടുന്ന സാഹചര്യം തന്നെ എടുക്കുക. അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ടല്ലോ. അവിടെ പോലും സ്ത്രീക്ക് ചെലവഴിക്കാനുള്ള ബാധ്യത 0ആണ്. പുരുഷന് ആ സ്ത്രീയുടെ കൂടെ സമ്പത്ത് എന്ത് ചെയ്യണം? ആ സ്ത്രീക്ക് വേണ്ടി കൂടെ ചെലവഴിക്കണം. അഥവാ ഒരു ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഇണകളാണെങ്കിൽ ആ ഇണകളെ സംബന്ധിച്ച് ഭാര്യക്കും ഭർത്താവിനും സമ്പാദിക്കാം, രണ്ടുപേർക്ക് സമ്പാദിക്കാം, രണ്ടുപേർക്കും അനന്തരാവകാശം വരുന്നുണ്ടാവും. പക്ഷേ ഭാര്യക്ക് തൻ്റെ സമ്പത്തിന് ചെലവഴിക്കാൻ പാടില്ല എന്നല്ല, അവർക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, ചെലവഴിക്കാവുന്നതാണ്. പ്രയാസം കണ്ടാൽ, ബുദ്ധിമുട്ട് കണ്ടാൽ മാനുഷികമായ പരിഗണന കൊടുത്തുകൊണ്ട് ചെലവഴിക്കേണ്ടതാണ്. ഒരാൾ മുന്നിൽ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ സ്വതക്ക കൊടുക്കാതിരിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് ചോദിക്കുമല്ലോ. ആ ചോദ്യം ഇവിടെയും വരും. പക്ഷെ നിർബന്ധ ബാധ്യത, കുടുംബം കൊണ്ടുള്ള നിർബന്ധ ബാധ്യത സ്ത്രീക്ക് വരുന്നില്ല. അവൾക്ക് അവളുടെ മുന്നിൽ ഒരു ആവശ്യക്കാരൻ വരുന്നു എന്ന് പറയുന്ന ആവശ്യക്കാരൻ തന്നോട് ചേർന്നവനാണ്, തൻ്റെ ബന്ധുവാണ്, തന്നോട് കുടുംബത്തിൽ അത്ര അടുത്തവനാണ് എന്ന തരത്തിലുള്ള സാധാരണ പ്രഷർ വരുന്നതല്ലാതെ നിർബന്ധമായി ഒരു ബാധ്യതയായിട്ട് സ്ത്രീയുടെ മുകളിൽ വരുന്നില്ല. എന്നാൽ പുരുഷനെ സംബന്ധിച്ചോ അവൻ ആ ഇണക്ക് വേണ്ടി ചെലവഴിക്കൽ അവൻ്റെ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെ ബാധ്യതയാകുന്ന വേളയിൽ സമ്പത്ത് ചെലവഴിക്കൽ നിർബന്ധമാണെന്ന് ഒരാളോട് പറഞ്ഞു. ഒരാൾ ചെലവഴിക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല, ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാം, സ്വതക്ക കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെലവഴിക്കാം. എങ്ങനെ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹലാലായ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ അത്തരത്തിൽ സാമൂഹിക സാഹചര്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെലവഴിക്കാം. ഇതിൽ ആർക്കാ സമ്പത്ത് കൂടുതൽ കൊടുക്കേണ്ടത്? ലളിതയുക്തിയാണല്ലോ. ഇപ്പോൾ ഞാൻ ലളിതമായിട്ട് പറയാനുള്ള ഉദാഹരണമാണ്. 2 കുട്ടികൾ നിൽക്കുന്നു. ഈ 2 കുട്ടികൾക്കും ഒരു കുട്ടിക്ക് 1 ആപ്പിളും രണ്ടാമത്തെ കുട്ടിക്ക് 2 ആപ്പിളും കൊടുക്കുന്നു. ഈ കൊടുത്തത് മാത്രം നോക്കിയത് അനീതിയാണ്. 2 കുട്ടികൾക്ക് ഒരേപോലെ ആപ്പിൾ കൊടുക്കണമെന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ. പക്ഷെ ഞാൻ 2 ആപ്പിൾ കൊടുത്ത കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഇതിലെ 1 ആപ്പിള് അപ്പുറത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട്, ആ കുട്ടിക്കും കൂടെ കൊടുക്കിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് അനീതിയല്ല. അപ്പൊ ഈ കൊടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറയുന്നുള്ളതോടെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. എന്തുകൊണ്ടാണ് പുരുഷനോട് മാത്രം ഇസ്ലാം സാമ്പത്തികമായി ചെയ്യാൻ പറയുന്നത്? കാരണം സ്ത്രീക്ക് പ്രിവിലേജ് കൊടുത്താണ് ഇസ്ലാം. സ്ത്രീക്ക് വലിയ അവകാശമാണിത്. അഥവാ ഒരു പുരുഷന് ജോലിക്ക് പോവാനും പോവാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ജോലിക്ക് പോകൽ നിർബന്ധമാണ്, സമ്പാദിക്കൽ നിർബന്ധമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത സ്ത്രീക്ക് മാത്രമാണ്. അവർക്ക് തെരഞ്ഞെടുക്കാം, ജോലി എടുക്കണമെങ്കിൽ ജോലി എടുക്കാം, ജോലി എടുക്കണമെങ്കിൽ ജോലി എടുക്കണ്ട. അധ്വാനത്തിൽ നിന്ന്, ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. പുരുഷന് സാമ്പത്തികമായി അവിടെ ഒരുക്കാതെ ബ്രേക്ക് എടുക്കാൻ പറ്റൂല. സാമ്പത്തികമായിട്ട് ഒരുക്കിയിട്ടാണെങ്കിൽ ബ്രേക്ക് എടുക്കാം. കുടുംബത്തിന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? സാമ്പത്തികമായിട്ട് കൊടുക്കണം. എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഇത്ര പ്രിവിലേജ് കിട്ടിയത്? ഇത്രയും വലിയൊരു അവകാശം എന്താ കിട്ടാനുള്ള കാരണം പുരുഷന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സ്ത്രീ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പുരുഷന് പ്രസവിക്കാൻ പറ്റൂല, പുരുഷന് മുലയൂട്ടാൻ പറ്റൂല, പുരുഷന് പ്രസവിക്കാൻ വേണ്ടി ശരീരം ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ആർത്തവം ഉണ്ടാവാറില്ല. 30 വർഷത്തോളം അല്ലെങ്കിൽ 30-35 വർഷത്തോളം ആർത്തവത്തിന്റെ ചക്രത്തിലൂടെ പുരുഷൻ കടന്നു പോകേണ്ട ആവശ്യമില്ല. അതിലൂടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസം അനുഭവിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീ അത് അനുഭവിക്കണം. ആർക്ക് വേണ്ടി അനുഭവിക്കുന്നത്? കുടുംബത്തിന് വേണ്ടി. ആർത്തവം കുട്ടി ഉണ്ടാവാനാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത്. അത് ആ കുട്ടി ആ സ്ത്രീന്റെ മാത്രം കുട്ടിയാണോ? കുടുംബത്തിന് മുഴുവൻ കുട്ടിയല്ലേ? ഇതിന് പുരുഷൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ഓൾറെഡി സ്ത്രീ ചെയ്യുമ്പോ ആ സ്ത്രീക്ക് സ്ത്രീയെ പടച്ചവൻ കൊടുത്ത വലിയൊരു അവകാശമാണത്. എന്ത്? നിനക്ക് ജോലിക്ക് പോകണോ, സമ്പാദിക്കണോ, നിനക്ക് ആവണമെങ്കിലാവാം. നിനക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. നിനക്ക് വെറുതെ ഇരിക്കാനുള്ള അവകാശമുണ്ട്. നിനക്ക് ഒന്നും ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം സ്ത്രീക്ക് പടച്ചവൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പായി വേണമെങ്കിൽ മതി. അധ്വാനിച്ചാൽ മതി, സമ്പാദിച്ചാൽ മതി. സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൂല്യത്തിന് ഒന്നും കുറയൂല. നിങ്ങളുടെ വാല്യൂ, മൂല്യം എന്ന് പറഞ്ഞാൽ സമ്പാദനത്തെ നോക്കി ഇരിക്കുന്നതല്ല. നിങ്ങൾ ഉമ്മയാണെങ്കിലും മകളാണെങ്കിലും സഹോദരിയാണെങ്കിലും ഇണയാണെങ്കിലും പുരുഷന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ അത്രയും മൂല്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിർബന്ധ ബാധ്യതയല്ലാതെ സാമ്പത്തികമായ ചെലവഴിക്കൽ കൊടുത്തൊരാളോട് പിന്നെ സ്വാഭാവികമായിട്ടും വീണ്ടും ഇന്ന ഭാഗം നിർബന്ധമായിട്ട് ചെലവഴിക്കണം എന്ന് പറയാൻ പറ്റുമല്ലോ. സമ്പാദിക്കൽ നിർബന്ധമല്ല, ചെലവഴിക്കൽ നിർബന്ധം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ അത് എല്ലാ സാമ്പത്തിക മേഖലകളിലും ആ വ്യത്യാസം കാണാനും പറ്റും. അപ്പൊ സ്ത്രീക്ക് വേണ്ടിയുള്ള നിയമമാണ്, സ്ത്രീക്ക് അനുകൂലമായ നിയമമാണ്. പുരുഷനെ സംബന്ധിച്ച് അനന്തരാവകാശത്തിൽ ചില മേഖലകളിൽ അധികം കിട്ടുന്നുള്ളത് ശരിയാണ്. ശവനെ സംബന്ധിച്ച് എല്ലാം ചെലവഴിക്കണം, നിർബന്ധ ബാധ്യത പുരുഷനാണുള്ളത്. പിന്നെ ഒന്നുകൂടെ മനസ്സിലാക്കുക, സ്ത്രീക്ക് സ്വത്തവകാശം കേരളത്തിൽ പോലും കിട്ടിയത് അല്പനൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. യൂറോപ്പിൽ കിട്ടിയത് 200 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 1500 കൊല്ലം മുമ്പ് ലിരിജാലി നസീബു മിമ്മക്തസബു വലി നിസാഇ നസീബു മിമ്മക്തസബു, പുരുഷനും അവകാശമുണ്ട്, സ്ത്രീക്കും അവകാശമുണ്ട്. മിമ്മ ഖല്ല മിൻഹു ഔ കസുർ, അതിന് കുറവാണെങ്കിലും അവകാശമുണ്ട്, കൂടുതലാണെങ്കിലും അവകാശമുണ്ട് എന്ന് കൃത്യമായി ഒന്നിലധികം വചനങ്ങൾ എടുത്ത് സ്ത്രീക്ക് കൊടുക്കേണ്ടത് കുറവാണെന്നതുകൊണ്ടോ കൂടുതലാണെന്നതുകൊണ്ടോ കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ മതം കൂടിയാണ് ഇസ്ലാം.